ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സി ജോസഫ് ആന്റണി, ഇപ്പോൾ വെടിനിർത്തൽ വന്നതിന് ശേഷം ശാന്തമായ രണ്ടാം ദിനം, ഇതുവരെയുള്ള എല്ലാ നടപടികൾക്കും രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പ് എടുത്ത എല്ലാ നടപടികൾക്കും രാജ്യത്തെ ജനങ്ങൾ, മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. ഇതിനുശേഷം ഇന്ന് സൈനികതല ചർച്ച നടക്കുന്നു. അതിനുശേഷം 2:30 വിശദീകരണം ഉണ്ടാകും. ഇനി ഉയരുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, മൂന്നാം കക്ഷി അമേരിക്ക ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇടപെട്ടോ എന്നുള്ളതാണ്. രണ്ട്, അവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ പിടികൂടുന്നതിനായി ഏതൊക്കെ നടപടികൾ കൈക്കൊണ്ടു, പാകിസ്ഥാനിൽ നിന്ന് അവരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച എന്നുള്ള പ്രശ്നം വീണ്ടും ശക്തമായി തന്നെ വരികയാണ്. വലിയ തരത്തിൽ വാഗ്വാദങ്ങൾ, വീമ്പ് പറച്ചിലുകൾ കേന്ദ്ര സർക്കാർ, അമിത്ഷാ ആഭ്യന്തര മന്ത്രി നടത്തിയതിനു ശേഷവും വലിയ തരത്തിൽ തീർത്ഥാടകരെ, വിനോദയാത്രികരെ കൊലപ്പെടുത്തിയ ആ ഭീകരാക്രമണം, വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട് രാജ്യത്തെ ഭരണകൂടം. ഇപ്പോൾ തുടരുന്ന ഈ മൗനം പറ്റില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതായത് നമ്മള് ഒരു യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ സംഘർഷത്തിന്റെയോ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി ഈ സംഘർഷങ്ങൾക്ക് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ചും അവ തടയുന്നതിനെ സംബന്ധിച്ചും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ ഗൗരവമായ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വേണ്ട സമയമാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ഗൗരവമായി ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഇനി ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തേത്, ഈ ആക്രമണം നടത്തിയവർ ഇപ്പോഴും പിടിക്കപ്പെടാതെ നിൽക്കുന്നു. അത് അതിന്റെ കാരണം, ആക്രമണത്തിന്റെ കാരണം ഇന്റലിജൻസ് വീഴ്ചയാണെന്നും സുരക്ഷാ വീഴ്ചയാണെന്നും ഇന്ത്യയിലൊട്ടാകെ ഔദ്യോഗിക ഏജൻസികൾ ഉൾപ്പെടെ സമ്മതിച്ചിട്ടുള്ളതാണ്. മുൻ കരസേനാ മേധാവികളും വിദഗ്ധന്മാരും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്റലിജൻസ് പിഴവും സുരക്ഷാ വീഴ്ചയും ഈ നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ജീവൻ പോകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ആരാണ് അതിന് ഉത്തരവാദി, എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്, അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ, ഈ മാതിരിയുള്ള കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ മധ്യസ്ഥതയെ സംബന്ധിച്ചുള്ള കാര്യം. നമ്മൾ ഇതിനകത്ത് 2 തരത്തിൽ ഈ പ്രശ്നത്തെ കാണേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ലോകത്തെവിടെ 2 രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങളോ യുദ്ധങ്ങളോ നടക്കുമ്പോഴും അപ്പോൾ ആ ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ രാജ്യങ്ങളായി നിലനിൽക്കുന്ന രാജ്യങ്ങൾ പതിവായി ഇടപെടുകയും സംഘർഷത്തിൽ അയവ് വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതകളൊന്നുമില്ല. അത് കാരണം നല്ലത് തന്നെയാണ്. കാരണം ഇത് സംഘർഷം യുദ്ധത്തിലേക്ക് വളരുകയും അത് ഗുരുതരമായ വലിയ യുദ്ധത്തിലേക്ക് നയിക്കുകയും അത് ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ലോക രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് പോകാതിരിക്കാൻ ഉത്തരവാദിത്തപൂർവ്വം ഐക്യരാഷ്ട്ര സംഘടനയോ അല്ലെങ്കിൽ ലോകത്തിലെ വലിയ ശക്തികളോ ശ്രമിച്ച ചരിത്രമുണ്ട്. നമ്മുടെ കാര്യത്തിലും ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങളുടെ കാര്യത്തിലും അത് നടന്നിട്ടുണ്ട്. 1965 റഷ്യ ഇടപെട്ടു. അതിന്റെ ഫലമായിട്ടാണ് താഷ്കന്റ് കരാർ ഉണ്ടായത്. 1971 യുദ്ധത്തിൽ പോലും അമേരിക്കയും റഷ്യയും 2 തരത്തിൽ ഇടപെട്ടു എന്ന് നമുക്കറിയാം. 1999 കാർഗിൽ യുദ്ധം നടന്നപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ക്ലിന്റൺ ഇടപെട്ടു. ക്ലിന്റൺ അതിശക്തമായി പർവേസ് മുഷറഫിന് സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് യുദ്ധം അവസാനിച്ചത്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ആദ്യമൊക്കെ അമേരിക്ക വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഇക്കാര്യത്തിൽ എടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1500 വർഷമായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ചരിത്ര വിരുദ്ധമായ അബദ്ധജടിലങ്ങളായ പ്രഖ്യാപനങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. അദ്ദേഹത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ താല്പര്യമില്ല, അവർ തമ്മിൽ അത് പരിഹരിച്ചോളും എന്നൊക്കെ പറഞ്ഞിരുന്ന ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് ഒരു യൂ ടേൺ അടിക്കുന്ന പോലെയാണ് അവര് ഈ പ്രശ്നത്തിലേക്ക് വന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയോട് ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം സൗദി അറേബ്യ അമേരിക്കയിൽ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കണം തീർച്ചയായിട്ടും അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഒരുപക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്നത് ഈ വീമ്പ് പറച്ചിൽ 2 തവണ നടത്തി, റിബയോ പറഞ്ഞതൊക്കെ പോലെ തന്നെ ഇങ്ങനെ വീമ്പ് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഒക്കെ തന്നെയാണ്. അതിന് സൈനിക മേധാവികളല്ല മറുപടി പറയേണ്ടത്. പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ്, ലോക പോലീസ് സഭയിൽ അമേരിക്കൻ പ്രസിഡന്റ്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കാൻ രാജ്യത്തെ ഭരണകൂടം, പ്രധാനമന്ത്രിക്ക് ബാധ്യതയില്ലേ? പ്രതിരോധ മന്ത്രിക്ക് ബാധ്യതയില്ലേ?
അല്ല, നിരവധി കാര്യങ്ങൾ അവർ വിശദീകരിക്കേണ്ടതുണ്ട്. നിരവധി കാര്യങ്ങൾ അവർ വിശദീകരിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പഹൽഗാം ആക്രമണത്തിന്റെ കാര്യങ്ങൾ, അതിന്റെ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ, ആരാണ് ഉത്തരവാദി എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർ വിശദീകരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെടിനിർത്തൽ കരാർ നടത്തിയിട്ടുണ്ട്. ആ വെടിനിർത്തൽ കരാറിന്റെ ഉപാധികൾ എന്തൊക്കെയാണെന്ന് പിന്നെ നമ്മുടെ രാജ്യത്തോട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മള് പിന്നെ അവിടെ എന്തുമാത്രം ആക്രമണങ്ങൾ നടത്തി, പിന്നെ നമ്മള് ഇപ്പൊ ഇവിടെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു നമ്മള് ഇവിടെ പിന്നെ ചില മിസൈലുകൾ, വളരെ നമ്മുടെ ഭരണകൂടം പറയാത്ത ചില മിസൈലുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ ഞങ്ങൾ അവിടെ ആക്രമണം നടത്തി. ഈ മാതിരിയുള്ള അത് അങ്ങനെ നടത്തിയോ? ഈ മാതിരിയുള്ള കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നേതാക്കൾ, അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്തോട് വിശദീകരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ട്രംപിന്റെ ഒരു സ്വഭാവ സവിശേഷത കണ്ടത്, ഇന്ന് നിങ്ങൾ ഒരു വാർത്ത കണ്ടു കാണും, പിന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു രഹസ്യ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോ ഈ അവരുടെ താരിഫിലെ ചുങ്കത്തെ സംബന്ധിച്ചുള്ള ചർച്ച രഹസ്യ ചർച്ചയാണ്. ആ രഹസ്യ ചർച്ച 2ാം ദിവസമാണ്. ആ രഹസ്യ ചർച്ച എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രഹസ്യ ചർച്ചയെ കുറിച്ചുള്ള വിവരം ഇന്ത്യയും ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്നു, ഞങ്ങൾ ഉടനെ കരാറിലെത്തും എന്ന് അദ്ദേഹം പിന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ എക്സിലൂടെ പിന്നെ പുറത്തുവിട്ടു. അപ്പൊ അതിനോട് ചൈന അതിരൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം ഇത്തരം പിന്നെ രഹസ്യ ചർച്ചകൾ നടക്കുമ്പോൾ ഉടനെ തന്നെ ഈ പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് പോയി അതിനെ പരസ്യം ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇത് നമ്മുടെ നാട്ടിൽ ഈ ചില വാട്സാപ്പ് സന്ദേശങ്ങൾ കാണുമ്പോൾ അത് പിന്നെ ആളുകൾ പരിശോധിക്കുക പോലും ചെയ്യാതെ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരം മാനസികാവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഉത്തരവാദപ്പെട്ട ആളുകൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ വിവേക ബുദ്ധിയൊന്നും ഉള്ള ആളല്ല ട്രംപ്. അത് നമുക്ക് ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടാൽ മതി. പക്ഷെ നമ്മൾ വളരെ വ്യക്തമായി നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ട്. ഈ കാശ്മീർ പ്രശ്നത്തിൽ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കാശ്മീർ പ്രശ്നം. അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയ്ക്കും തമ്മിലുള്ള ഇടയ്ക്ക് പ്രശ്നമുണ്ട്, ബോർഡർ അതിർത്തി പ്രശ്നമുണ്ട്. ഇതിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മൂന്നാമസ്ഥരായിട്ടുള്ള മധ്യസ്ഥന്മാരായിട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയുണ്ട് എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ അമേരിക്ക ഈ താങ്കൾ സൂചിപ്പിച്ച ലോക പോലീസാണ്. ഏത് പ്രശ്നത്തിൽ ഇടപെടാം, എന്നാൽ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു പരിഹരിച്ചോ? ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അതിശക്തമായ ആക്രമണം, അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തപ്പോൾ അവര് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിലേക്ക് വരികയാണ് ഉണ്ടായത്. അവർ വരാൻ നിർബന്ധിക്കപ്പെടുകയാണ്. താങ്കൾ തന്നെയാണെന്ന് തോന്നുന്നു കൈരളി നമ്മുടെ ചർച്ചയിൽ എപ്പോഴോ പറഞ്ഞു, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ രീതിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഉയർന്നൊരു പ്രശ്നം, ഈ അന്ന് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് കേന്ദ്ര സർക്കാർ യോഗം വിളിച്ചതിന് ശേഷം പറഞ്ഞത് എല്ലാം സൈന്യത്തിന് ഏൽപ്പിക്കുന്നു, സൈന്യത്തിൻ്റെ ചുമതലയ്ക്ക് വിടുന്നു. സൈന്യത്തിൻ്റെ പണി കൃത്യമായി ചെയ്തു, രാജ്യത്തിൻ്റെ ഭരണകൂടം കൃത്യമായി പണിയെടുത്തോ? ഇവിടെ ഏത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു എന്ന് പറയേണ്ടത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. രാജ്യത്ത് വളരെ നിസ്സംഗരായി തീർന്ന ഒരു ഭരണകൂടത്തെ കൂടി കാണാൻ കഴിഞ്ഞു ഈ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ. ചില നിർണായകമായ ഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃത്വം ജനങ്ങളെയും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിൽ എടുക്കുന്നതിൽ ഗൗരവപൂർണമായ വീഴ്ച വരുത്തുന്നു എന്ന് നമുക്ക്. നമ്മളിപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു. അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. പ്രധാനമന്ത്രി അല്ലേ പങ്കെടുക്കേണ്ടത്? ഇന്ത്യ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ഈ വിഷയങ്ങൾ പിന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് മുമ്പിൽ നിൽക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. അവിടെ ആ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരു അവഗണനയോ അവജ്ഞയോ ആയിട്ട് വേണമെങ്കിൽ പോലും നമുക്ക് കാണാം. അത് ജനങ്ങളോടുള്ള ഒരു അവഗണനയോ അവജ്ഞയുമാണ്. പ്രതിരോധ മന്ത്രി അല്ല അക്കാര്യം പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ കപിൽ സിബലിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഇനി പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്. നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ കാര്യം പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് ബ്രഹ്മോസിന്റെ ഉപയോഗം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന യോഗത്തിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ കൂടി ഇരുത്തിക്കിട്ടാണ് പിന്നെ ഈ പ്രസംഗം നടത്തിയത്. എന്നാൽ അദ്ദേഹം ആ വിഷയത്തെ പിന്നെ സംബന്ധിച്ച് ഒന്നും സംസാരിച്ചതുമില്ല. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ സൈനിക നേതൃത്വം തന്നെ പറയുന്നുണ്ട്, പിന്നെ ഈ ചില ഈ ലഷ്കർ എ തൈബയുടെ സുപ്രധാനമായ കേന്ദ്രം നശിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഏറ്റവും ആധുനികവും പിന്നെ ശക്തവുമായിട്ടുള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വാസ്തവത്തിൽ ഊഹിച്ചെടുക്കാം. പക്ഷേ ഇതെല്ലാം പറയേണ്ടത്, ആധികാരികമായി പറയേണ്ടത് സൈനിക നേതൃത്വത്തിന്റെ റോള് കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ നേതൃത്വമാണ് പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ശരി, വളരെ നന്ദി സി ജോസഫ് ആന്റണി. ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് താങ്കൾ പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സൈനികർ വിശദീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വം വിശദീകരിക്കണം. പഹൽഗാമിൽ ഉണ്ടായ ഇന്റലിജൻസ് വീഴ്ച, സുരക്ഷാ വീഴ്ച, അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ എന്ത്, ഡൊണാൾഡ് ട്രംപ് ആണോ മധ്യസ്ഥരായി ഇടപെട്ട എന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ രാജ്യത്തോട് ഭരണകൂടം വിശദീകരിക്കേണ്ടതുണ്ട്.